എല്ലാവർക്കും നമസ്കാരം. ഇനി അടുത്തതായിട്ട് ദോഷവിരുദ്ധം എന്താണെന്ന് നോക്കാം. അപ്പൊ അതിനായിട്ട് ആദ്യം ദോഷങ്ങൾ എന്താണെന്ന് പറയാം. ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന 3 ഊർജ്ജങ്ങളാണ് വാതം, പിത്തം, കഫം. അപ്പൊ ഇവ ബാലൻസ് ആയിട്ട് ഇരിക്കുമ്പോൾ ശരീരം ആരോഗ്യത്തോടെ ഇരിക്കുകയും ഇംബാലൻസ് ആവുമ്പോൾ അത് മറ്റു പല രോഗാവസ്ഥയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. അപ്പൊ ഈ ദോഷങ്ങൾക്കൊക്കെ കുറച്ച് ഗുണങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇതേ ഗുണങ്ങളോട് കൂടിയ ആഹാരങ്ങൾ ശീലിക്കും, ഇതേ ഗുണങ്ങൾ വർദ്ധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ തനത് ദോഷങ്ങൾ വർദ്ധിക്കുകയും അത് മറ്റു പല ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഉദാഹരണമായിട്ട് ഇപ്പോൾ പിത്തപ്രകൃതിയായിട്ടുള്ള ഒരാൾ, അപ്പോൾ അദ്ദേഹം വീണ്ടും പിത്തം വർദ്ധിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ഒരുപാട് പുളിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, പിത്തം വർദ്ധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. ഒരുപാട് വെയിലടിക്കുക, ഒരുപാട് ചൂടടിക്കുക, അപ്പോൾ ഒരുപാട് ചൂടുള്ള കെമിക്കൽസ് യൂസ് ചെയ്യുക ഒക്കെ ചെയ്യുമ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പിത്തം വർദ്ധിക്കുകയും അത് പിത്തപ്രധാനമായ രോഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് അലർജി അല്ലെങ്കിൽ മൈഗ്രെയിൻ തുടങ്ങിയ രോഗാവസ്ഥകളൊക്കെ ഉണ്ടാകുന്നു. ഇതിനെയാണ് ദോഷവിരുദ്ധം എന്ന് പറയുന്നത്. ഇനി അടുത്ത വിരുദ്ധമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.